ഹായ് ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് 8ാം ക്ലാസ്സിലെ മാത്സിലെ ആദ്യത്തെ ചാപ്റ്റർ സ്ക്വയർ എന്നുള്ള ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഞാൻ ഈ പാഠം ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ വരി അങ്ങനെ ഞാൻ പറയുന്നില്ല. നമുക്ക് ഈ പാഠത്തിന് അത്യാവശ്യം വേണ്ടതും നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അതുപോലെ കഴിഞ്ഞ വർഷത്തിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ പരീക്ഷയ്ക്കൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒന്നിന്റെ മുകളിൽ ഇങ്ങനെ ഒരു അണ്ട് ഇട്ടു. ഈ എൻ്റെ എഴുത്തുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഇങ്ങനെ ചെരിഞ്ഞു പോകുന്നൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഒന്നിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നിനെ 2 തവണ എഴുതി ഗുണിക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഒന്നിനെ 2 തവണ എഴുതി ഗുണിക്കുമ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുക? നമ്മൾക്ക് 1 തന്നെയാണ് ആൻസർ കിട്ടുക. ഞാൻ പറയട്ടെ, നമ്മൾ ഒന്നിനെ എത്ര തവണ എഴുതി ഗുണിച്ചാലും 1 × 1 × 1 × 1 × 1 അങ്ങനെ ഇങ്ങനെ എത്ര തവണ എഴുതിയാലും അതിന്റെ ആൻസർ എത്രയാ കിട്ടുക? 1 തന്നെയാണ് കിട്ടുക. ഓക്കെ, ഇനി നമ്മൾ 2ന്റെ സ്ക്വയർ കാണാം. അപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ എന്താണ്? 2നെ 2 തവണ എഴുതി ഗുണിക്കുക. 2 ഗുണിക്കണം 2 എത്ര കിട്ടും? 4 കിട്ടും അല്ലേ? അപ്പൊ 3ന്റെ സ്ക്വയർ എന്തായിരിക്കും? 3 × 3 9. ഓക്കെ, ഇപ്പൊ ഇതിൽ നിന്ന് കൂട്ടുകാർക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ സ്ക്വയർ പഠിക്കുമ്പോൾ നമ്മൾ എന്തുകൂടെ പഠിക്കണം? ഗുണനപട്ടിക കൂടെ പഠിക്കണം. ഗുണനപട്ടിക അറിയുന്ന ഒരുപാട് കുട്ടികളുണ്ടായിരിക്കും, അതുപോലെ തന്നെ ഗുണനപട്ടിക അറിയാത്ത കുട്ടികളുണ്ടായിരിക്കും. നമുക്ക് 1 മുതൽ 5 വരെയും അതുപോലെ 10ന്റെയും ഗുണനപട്ടിക വളരെ എളുപ്പമായിരിക്കും അല്ലേ? പക്ഷെ നമ്മൾ 6ന്റെയും 7ന്റെയും 8ന്റെയും 9ന്റെയും നമ്മൾ ബൈഹാർട്ടായിട്ട് പഠിക്കണം. പതുക്കെ കുറച്ചേശ്ശെ പഠിച്ചാൽ മതി. ഓണപരീക്ഷ ആകുമ്പോഴത്തേനും ഡെയിലി ഓരോന്ന് വെച്ച് പഠിച്ചിട്ട് 15 വരെയെങ്കിലും മാക്സിമം പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് വരാം. അപ്പൊ നമ്മൾ 4ന്റെ സ്ക്വയർ എങ്ങനെയാ കാണുക? 4 × 4 എത്ര കിട്ടും? 4 4 16 കിട്ടും. അങ്ങനെ പോയിട്ട് 10ന്റെ സ്ക്വയർ കാണാണ് നമ്മൾ. 10ന്റെ സ്ക്വയർ എങ്ങനെയാ കാണുക? 10 × 10. ഇതുവരെ നമ്മൾ ഒരു സംഖ്യ വെച്ചിട്ടാണല്ലേ, ഒരു അക്കമുള്ള സംഖ്യകളാണ്, ഒറ്റക്ക് സംഖ്യകളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. 10 ആകുമ്പോൾ 2 അക്കായില്ലേ? 1 2 അങ്ങനെ 2 അക്കായി. അപ്പൊ 10 × 10 നമ്മൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? 10 × 10 ചെയ്യും. ഇങ്ങനെ എഴുതി ഗുണിക്കില്ലേ? ഇങ്ങനെ എഴുതി ഗുണിക്കാമല്ലോ നമുക്ക്. അപ്പൊ എങ്ങനെ ഗുണിക്കാം? 0 0 0 1 0 0 1 0 0. ഞാനൊന്ന് പറയട്ടെ, ഒരു സംഖ്യേനെ നമ്മൾ 0 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരം എന്തായിരിക്കും? 0 തന്നെ ആയിരിക്കും. 1 1 1 1 തന്നെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ല. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? 0 0 1. 100 ആണ് അതിന്റെ ആൻസർ കിട്ടിയത്. അപ്പൊ നമുക്കിവിടെ 100 എന്ന് എഴുതാം. പക്ഷെ നമ്മൾ ഇതിനെ ഇത്രയും എഴുതി ഗുണിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതിനൊരു സൂത്രമുണ്ട്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞു, ഒന്നിനെ എത്ര തവണ ഒന്നുകൊണ്ട് തന്നെ എത്ര തവണ എഴുതി ഗുണിച്ചാലും 1 തന്നെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ 1 1 1 തന്നെ. ഇനി ഇവിടെ എത്ര 0 ഉണ്ടെന്ന് എണ്ണി നോക്കുക. എത്ര 0 ഉണ്ട്? 1 2 2 0. ആ 2 0 ഇവിടെ എഴുതി കൊടുക്കുക. അപ്പൊ എത്ര കിട്ടി? 100 കിട്ടിയില്ലേ? ഇവിടെ നമുക്ക് 100 തന്നെയല്ലേ കിട്ടിയത്. അപ്പൊ നമ്മൾ 10ന്റെ സ്ക്വയർ 100 ആണ്. ഓക്കെ, അപ്പൊ 100ന്റെ സ്ക്വയർ എങ്ങനെയാ നമുക്ക് കാണുക? അപ്പോ 100 ഗുണിക്കണം 100. ഇനി ഇതുപോലെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം നമ്മൾ 1 ഗുണിക്കണം 1 എത്രയാണ്? 1 തന്നെയാണ് അല്ലേ? ഇനി എത്ര 0 ഉണ്ടെന്ന് എണ്ണി നോക്കുക. 1 2 3 4. ആ 4 0 ഇവിടെ എഴുതി കൊടുക്കുക. അപ്പൊ അതിന്റെ സ്ക്വയർ കിട്ടി. അപ്പൊ 100ന്റെയും 1000ന്റെയും ഒക്കെ കാണാൻ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. പക്ഷെ നമ്മൾക്ക് 11ന്റെ സ്ക്വയർ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാവില്ലേ? അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള ഒരു സൂത്രവാക്യം ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സ് കൊടുത്തിട്ടില്ലേ? ഇതുപോലെ ഒരു ബോക്സ് തന്നിട്ടില്ലേ? അങ്ങനെ നിങ്ങൾക്ക് കുറെ പ്രോബ്ലംസ് ഒക്കെ ടീച്ചർമാർ തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് അറിയാത്ത ഒരുപാട് കുട്ടികളുണ്ടായിരിക്കില്ലേ? ഇത് എങ്ങനെയാണ് ഇതൊക്കെ കിട്ടിയെന്ന് മനസ്സിലാവാത്ത കുട്ടികളുണ്ടായിരിക്കും. അപ്പൊ അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്കിത് ഈ ഒരു ബോക്സ് വെച്ചിട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. അപ്പൊ മക്കളെ, നമ്മള് 11ന്റെ സ്ക്വയർ ആണല്ലേ കാണുന്നത്? 11ന്റെ സ്ക്വയർ. അപ്പൊ അത് എങ്ങനെയാ നമ്മൾ എഴുതേണ്ടത്? 11 × 11 ഇങ്ങനെയല്ലേ നമ്മൾ എഴുതേണ്ടത്? 11 × 11 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കറക്റ്റ് ആൻസർ 121 ആണ് കിട്ടുക. അതവിടെ നിൽക്കട്ടെ. നമുക്കിത് എങ്ങനെയാണ് കിട്ടിയത്? ആ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണ് ഒരു ബോക്സ് ഒക്കെ തന്നിട്ട് എങ്ങനെയാണ് ഇവർ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ മക്കളെ, എളുപ്പമാണ്. ആദ്യം ഇങ്ങനെ ഒരു ബോക്സ് വരയ്ക്കാം. എളുപ്പമാണല്ലോ ഇങ്ങനെ ഒരു ബോക്സ് വരയ്ക്കാൻ വേണ്ടിയിട്ട്.
അതിൻ്റെ ഉള്ളിൽ 4 കള്ളിയൊക്കെ അതിനെ ഇങ്ങനെ വരയ്ക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്. ഓക്കെ, ഇനി ഈ 11നെ നമ്മൾ എങ്ങനെ മാറ്റാം? 10+1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 11 ആണല്ലേ. ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ 10+1 എന്നാണ് തന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾക്ക് ഈ 11 കിട്ടാൻ വേണ്ടി നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം? 9+2 എന്ന് എഴുതിയാൽ എന്താണ്? 11 തന്നെയാണ്. 5+6 എന്ന് എഴുതിയാൽ എന്താണ്? 11 തന്നെയാണ് അല്ലേ. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്കിപ്പോ ഏറ്റവും എളുപ്പമുള്ള 10+1 എടുക്കാം. ഓക്കെ, അതാണ് ചെയ്യാൻ എളുപ്പം. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ എളുപ്പം 10+1 ആണ് ചെയ്യാൻ എളുപ്പം. അപ്പൊ നമുക്ക് അതുകൊണ്ട് നോക്കാം. നമ്മൾ 10+1 ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ബോക്സ് വരച്ചു. എളുപ്പമാണ് ഇങ്ങനെ ഒരു ബോക്സ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. മുകളിൽ നമ്മൾ 10 എന്നുള്ളത് ഈ ബോക്സിന്റെ മുകളിലും 1 എന്നുള്ളത് ഈ ബോക്സിന്റെ മുകളിലും എഴുതി. സിമ്പിൾ ആണല്ലോ. അതുപോലെ താഴെയും 10 1 എന്ന് എഴുതണം. ഈ ബോക്സിന്റെ ഈ സൈഡിൽ നമ്മൾ 10 എന്ന് എഴുതി, ഈ സൈഡിൽ നമ്മൾ 1 എന്ന് എഴുതി. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഈ ബോക്സിൽ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട്. ആദ്യം നമുക്ക് ഈ ഒന്നിനെയും നമ്മൾ ഗുണിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു 10നെ എങ്ങനെയാണ് ഗുണിച്ച് എഴുതേണ്ടതെന്നുള്ളത്. അപ്പൊ ഈ 1 ഗുണിച്ചിട്ടുണ്ടെങ്കിൽ 1 എത്ര 0 ഉണ്ട്? 1 2 0 ഉണ്ട്. ആ 2 0 നമ്മൾ ചെയ്തിട്ടു. അപ്പൊ എത്രയായി? 10ന്റെ സ്ക്വയർ നമുക്ക് കിട്ടി, 100 കിട്ടി. ഇനി ഈ കള്ളിയും തമ്മിൽ ഫില്ല് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഈ 10നെ ഈ 1 കൊണ്ട് ഗുണിക്കുക. 10നെ 1 കൊണ്ട് ഗുണിക്കുമ്പോ എത്രയാണ്? ഒരു 10 അവിടെ എഴുതാം. ഇനി ഈ 10നെ ഈ 1 കൊണ്ട് ഗുണിക്കാം. 10 10. ഇത്രയും മനസ്സിലായോ? ഇനി നമ്മൾക്ക് ആകെ ഈ ഒരു കള്ളി മാത്രമാണ് ഫില്ല് ചെയ്യാനുള്ളത്. ഈ കള്ളി എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? ഈ 10ഉം ഈ 10ഉം തമ്മിൽ ഗുണിച്ചു. പിന്നെ ഈ 10നെ ഈ 1 കൊണ്ട് ഗുണിച്ചിട്ട് ആ 1ന്റെ താഴെയുള്ള കള്ളിയിലും എഴുതി. ഈ 10നെ 1 കൊണ്ട് ഗുണിച്ചിട്ട് ഈ കള്ളിയിലും എഴുതിയല്ലോ. ഇനി നമുക്ക് ഈ ഒരു കള്ളി കൂടിയാണ് ഫില്ല് ചെയ്യാനുള്ളത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒന്നിനെയും തമ്മിൽ ഗുണിക്കുക. 1ഉം 1 എത്രയാണ്? 1 ആണ്. ശരി, നമ്മുടെ ബോക്സ് ഫില്ല് ചെയ്യൽ കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് നമ്മൾ അത് വഴിയിൽ എങ്ങനെയാണ് ചെയ്യുക, എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നോക്കാം. 11 × 11 ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. അതായത് ഇതുപോലെ ഈ ഒരു പ്രോബ്ലം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അപ്പൊ അതിനെങ്ങനെ നമുക്ക് ചെയ്യാം? ഈ 100 അത് എഴുതുക. 100 പ്ലസ് പിന്നെ ഈ 10ഉം കൂടിയിട്ടാണ് നമ്മൾ പ്ലസ് ചെയ്യേണ്ടത്. അപ്പൊ അത് രണ്ടും കൂട്ടി ഒന്നാക്കാൻ വേണ്ടി നമുക്കൊരു ബ്രാക്കറ്റ് എടുത്ത് 10+10 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. പ്ലസ് അതിന്റെ കൂടെ എന്തും കൂടി ചേർക്കുക. പിന്നെ ഇവിടെ ഒരു 1 കൂടി ഉള്ളതില്ലേ, ആ 1 കൊണ്ട് ചേർത്ത് കൊടുക്കുക. ഈ ബോക്സിലുള്ള എല്ലാവരെയും നമ്മളിവിടെ എഴുതിയില്ലേ? ഈ 100നെ നമ്മളിത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ 10ഉം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ ഇങ്ങനെ ഒരു കുത്ത് ഇങ്ങനെ തന്നിട്ടുണ്ടാവില്ലേ? ഇങ്ങനെ ക്രോസ് ആയിട്ട് തന്നിട്ടുണ്ടാവില്ലേ? അപ്പൊ ഈ 10ഉം കൂട്ടിയിട്ട് നമ്മൾ ഇവിടെ ഇവിടെ 0 ആണ് ഞാൻ എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പൊ അവിടെ അങ്ങനെ എഴുതി. പിന്നെ ആരും കൂടി ഉള്ളൂ? 1 കൂടി ഉള്ളൂ. ആ 1നെ നമ്മളിവിടെ ആഡ് ചെയ്തു. നമുക്ക് ഇനി ഇതൊന്ന് കൂട്ടി വെക്കാം. 100 നമ്മൾ കൂട്ടാൻ എളുപ്പമായിട്ട് ഇങ്ങനെ എഴുതുന്നുണ്ട്. 100 കൂട്ടണം 10 എത്രയാണ്? 20 ആണല്ലേ. 20 പിന്നെ 1 കൂടി നമ്മൾ ഇറക്കിയിട്ടു. മക്കൾ ഇതൊന്ന് കൂട്ടി നോക്കിയേ. 1 2 0 2 1 ഇറക്കിയിട്ട് എത്ര കിട്ടി? 121 കിട്ടിയില്ലേ? ഇതന്നെയല്ലേ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് 121. ശരി, നമ്മളിപ്പോ 11 × 11 എന്ന് എഴുതുമ്പോഴാണ് ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾക്ക് 11 സ്ക്വയർ അങ്ങനെ എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്? നമുക്കറിയാം, നമുക്കിവിടെ ഈ 100 കിട്ടി. ഈ 100 കിട്ടിയത് എങ്ങനെയാണ്? ഈ 10ന്റെ സ്ക്വയർ കണ്ടിട്ടല്ലേ നമ്മൾക്ക് അത് കിട്ടിയത്. അപ്പൊ ഇവിടെ 2 10 ഉണ്ട് അല്ലേ. ഇനി ഇതുവരെ നമ്മൾ ഉള്ളത്തല്ലേ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് പുറത്തെ സംഖ്യ എടുക്കാം. 10ന്റെ സ്ക്വയർ ആണല്ലോ 100. അപ്പൊ 10 സ്ക്വയർ എന്ന് എഴുതുക. പിന്നെന്താണ്? ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്ലസ് നമ്മൾ ബ്രാക്കറ്റിൽ ഇതേപോലെ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. ഇവിടെ 2 10 കൊടുത്തിട്ടുണ്ട് അല്ലേ. 10ഉം 10ഉം നമ്മൾക്കറിയാം എത്രയാണ്? 20 ആണ്. നമ്മൾ ഇവിടെ സ്ക്വയർ കാണുമ്പോൾ നമ്മൾ എന്ത് എഴുതേണ്ടത്? ഇവിടെ എത്ര 10 ഉണ്ട്? 2 10 ഉണ്ട് അല്ലേ. അപ്പൊ 2 × 10 2 10 ഉണ്ട്. അപ്പൊ 2 × 10 2 × 10 എന്ന് പറഞ്ഞാലും 20 തന്നെ അല്ലേ? ആണല്ലോ. കൂട്ടിയിട്ടുണ്ടെങ്കിൽ 10ഉം കൂട്ടി 20 ആണ്. ഗുണിക്കുമ്പോൾ 2 × 10 എത്രയാണ്? 20 ആണ്. നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. പ്ലസ് 2 1 ഇവിടെ കാണാണ്ടല്ലേ. 1 1 2 കാണാം. അപ്പൊ 1 സ്ക്വയറും കൂടി എടുക്കുക. ഇത്ര എഴുതിയല്ലോ. ഇനി നമ്മളൊക്കെ ചെയ്ത് നോക്കാം. 10ന്റെ സ്ക്വയർ എത്രയാണ്? 100 ആണ്. 2 × 10 എത്രയാണ്? 20 ആണ്. പ്ലസ് 1ന്റെ സ്ക്വയർ എത്രയാണ്?
ഒന്ന് തന്നെയല്ലേ, ഒന്ന് എഴുതി. അപ്പൊ ഇതേപോലെ നമുക്ക് കിട്ടിയില്ലേ 100ഉം 20ഉം 120, 120 ഒന്നും 121 കിട്ടിയില്ലേ? കറക്റ്റ് ഉത്തരം കിട്ടിയില്ലേ? ഇപ്പൊ ഈ രണ്ട് വഴി എങ്ങനെയാണ് ചെയ്യാന്ന് മക്കൾക്ക് മനസ്സിലായില്ലേ? ഈ ബോക്സിൽ എങ്ങനെയാണ് കണക്കുകളൊക്കെ ചെയ്യാന്നുള്ളത് മനസ്സിലായില്ലേ? ഇനി ടെക്സ്റ്റ് ബുക്കിലുള്ള അടുത്തൊരു പ്രോബ്ലം കൂടി നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ബുക്കിലുള്ള അടുത്ത പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ എന്നോടൊരു കുട്ടി ചോദിച്ച സംശയമാണ്, 11 സ്ക്വയർ ആണ് നമ്മളിപ്പോ കാണുന്നത്. അതായത് 11 ഇൻറ്റു 11. നമ്മൾ 10+1 എന്നാണല്ലോ എടുത്തത്. ഇങ്ങനെ ഒരു ബോക്സ് നമ്മൾ വരച്ചു. ആ ബോക്സിൽ 10, 1, 10, 1, 10+1 എന്നാണ് നമ്മൾ എഴുതിയത്. അപ്പൊ എന്നോട് ചോദിച്ച ചോദ്യം, എന്തിനാ നമ്മൾ 10+1 എന്ന് എഴുതണത്? നമ്മൾക്ക് 9+2 എന്ന് എഴുതിക്കൂടിയെന്ന്. അപ്പോഴും 11 തന്നെയല്ലേ കിട്ടുക എന്ന് ചോദിച്ചു. അപ്പോഴും നമുക്ക് ഈ കണക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. നമ്മൾ 9 എഴുതി, 9ന്റെ കൂടെ എത്ര കൂട്ടിയാൽ നമുക്ക് 11 കിട്ടുക? 9 കഴിഞ്ഞാൽ 10, 11, 2 കൂട്ടിയാൽ മതി അല്ലേ? അപ്പൊ 9 വടെ എഴുതി, 2 വടെ എഴുതി, 9 വടെ എഴുതി, 2 വടെ എഴുതി. ഇത്രയും മനസ്സിലായല്ലോ. 9ന്റെ 9 തമ്മിൽ ഗുണിച്ചാൽ എത്ര കിട്ടുക? അപ്പൊ അതിന്റെ സ്ക്വയർ കാണണം. ഇതിന്റെ സ്ക്വയർ കാണാൻ കുറച്ച് പണിയല്ലേ നിങ്ങൾക്ക്? 9ന്റെ ഗുണപട്ടികക്ക് ചെല്ലണ്ടേ? 9 9 81 കിട്ടുക. 81 എഴുതി. ഇനി ഈ 9നെ ഈ 2 കൊണ്ട് ഗുണിക്കാം. 2 9 18 വഴി എഴുതി. ഇനി ഈ 9നെ ഈ 2 കൊണ്ട് ഗുണിച്ചാൽ 18 വഴി എഴുതി. ഇനി ഈ ഒരു ബോക്സ് കൂടെ ഫില്ല് ചെയ്യാനുള്ളൂ. ഈ 2 കൂടെ ഗുണിച്ചിട്ട് 4 നമ്മൾ ഇവിടെ എഴുതി. ഇനി നമുക്ക് നോക്കാം, ഇവിടെ 81 അപ്പൊ നമുക്ക് എങ്ങനെയാണ് എഴുതേണ്ടത്? 81 കൂട്ടണം ബ്രാക്കറ്റിൽ 18 കൂട്ടണം 18 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് +4 എത്ര കിട്ടും? 81 കൂട്ടണം 18 18 36, 36 കൂട്ടണം എത്രയാണ്? 4 കൂടെ ചേർക്കണം അല്ലേ? 6 4 10 1 11 ശിഷ്ടം 1, 8 2 10 11 12, 121 തന്നെ കിട്ടിയില്ലേ? നേരത്തെ നമുക്ക് 121 തന്നെയല്ലേ കിട്ടിയത്. ഇങ്ങനെ ചെയ്താൽ നമ്മൾക്ക് ആൻസർ കിട്ടും. പക്ഷേ നമ്മൾക്ക് ഇവിടെ 9 ആവുമ്പോൾ അതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടല്ലേ? 9ന്റെ ഗുണപട്ടിയൊക്കെ ചെല്ലണം. പക്ഷെ 10 ആണെങ്കിൽ നമുക്ക് എളുപ്പമല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 1 1 തമ്മിൽ ഗുണിച്ചാൽ 1 കിട്ടുക. പിന്നെ എത്ര 0 ഉണ്ടെങ്കിൽ ആ 0 അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതുകൊണ്ടാണ് 10 എടുക്കാൻ കാരണം. മനസ്സിലായല്ലോ? അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് 11ന്റെ സ്ക്വയറും 12ന്റെ സ്ക്വയറും 13ന്റെ സ്ക്വയറും ഒക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ കുട്ടികൾക്ക് അത് എളുപ്പമല്ലേ? നമുക്ക് അപ്പുറത്തെ പേജിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 21ന്റെ സ്ക്വയർ, 22ന്റെ സ്ക്വയർ, 23ന്റെ സ്ക്വയർ ഒക്കെയാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇവിടെ നമ്മൾ 11 ഇവിടെ കണ്ടുനോക്കുമ്പോൾ നമ്മൾ 1ന്റെ അടുത്തൊരു 0 ചേർത്തിട്ട് 10 ആണല്ലോ എടുത്തുള്ളത്. അപ്പൊ നമുക്ക് 21, 22, 23 അതിന്റെ എങ്ങനെ കാണാൻ നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം 21ന്റെ നോക്കാം. ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് 21ന് എങ്ങനെ സ്ക്വയർ കാണാന്നുള്ളത് നോക്കാം. അപ്പൊ മക്കളെ, നമ്മൾ 21ന്റെ സ്ക്വയർ ആണ് കാണാൻ പോകുന്നത്. നമുക്കറിയാം ഇതിനെ എങ്ങനെ നമ്മൾ എഴുതേണ്ടത്? 21 ഗുണിക്കണം 21 അല്ലേ? നമുക്ക് നേരത്തെ പോലെ ബോക്സ് വരയ്ക്കാം. ബോക്സ് വരച്ചു കൊടുത്തു. 20ഉം 1ഉം 21 അല്ലേ? അപ്പോൾ നമ്മൾ ഇതിനെ 4 ഭാഗങ്ങളാക്കി. ഇവിടെ നമ്മൾ 20 എഴുതി, ഇവിടെ നമ്മൾ 1 എഴുതി. 20ഉം 1ഉം 21. 21ന്റെ അല്ലേ കാണേണ്ടത്? അതുപോലെ ഇവിടെ 20 എഴുതി, ഇവിടെ 1 എഴുതി, 21. അപ്പോ ഈ 20നും 20നും തമ്മിൽ ഗുണിക്കുക. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യേണ്ടത്. ആദ്യം ഈ 2 തമ്മിൽ ഗുണിക്കുക. 2ഉം 2 എത്രയാണ്? 4. 1 2 2 2 2 4. 4 നമ്മൾ എഴുതി. ഇനി എത്ര 0 ഉണ്ട്? 1 2 2 0 ചേർത്ത് കൊടുക്കുക. അപ്പൊ എത്ര കിട്ടി? 400 കിട്ടിയില്ലേ? ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇത് ചെയ്യുക. 20നെ 1 കൊണ്ട് ഗുണിക്കുക. 20നെ 1 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 1 20 20. അതുപോലെ ഈ 20നെ ഈ 1 കൊണ്ട് ഗുണിച്ചാൽ 1 20 20. ഇത്രയും കിട്ടിയല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 1നെ ഈ 1 കൊണ്ട് ഗുണിക്കുക. 1 1 1. ഇത്രയും കിട്ടിയല്ലേ? ഇത്രയും കിട്ടിയില്ലേ? ഇനി നമ്മൾക്ക് ബാക്കി നമ്മളിനി നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. 21 ഗുണിക്കണം 21. എങ്ങനെയാ നമുക്ക് ചെയ്യുക? നേരത്തെ എങ്ങനെയാ നമ്മൾ ചെയ്തത്? ഈ 400 എഴുതുക. 400 കൂട്ടണം ബ്രാക്കറ്റിൽ എത്ര ഏതൊക്കെയാണ്? 20 + 20. 20 + 20 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് 1 ഇട്ട് കൊടുക്കുക. ഈ 1 അവിടെ ഇട്ട് കൊടുത്തത്. ഓക്കെ, ഇനി നമ്മൾ ഇത് തമ്മിൽ കൂട്ടുക. ഈ 400 കൂട്ടണം 20 20 എത്രയാണ്? 40 കൂട്ടണം ഈ 1 കൂടി ഇട്ട് കൊടുക്കുക.
എത്ര കിട്ടും? 0 0 1. അപ്പോൾ 1 ഇട്ട് കൊടുക്കുക, 4 ഇട്ട് കൊടുക്കുക, 4 ഇട്ട് കൊടുക്കുക. 441 ആൻസർ കിട്ടിയല്ലോ. ഇനി അഥവാ ഈ 441 തന്നെയാണോ ഇതിന്റെ ഉത്തരം എന്ന് ആർക്കെങ്കിലും സംശയം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 21 ഗുണിക്കണം 21 അങ്ങോട്ട് ചെയ്യുക, ആൻസർ ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഒരൊന്ന് 1, ഒരു 2 2, ഒരു 2 2, 2 2 4. ചെയ്ത് നോക്കുക മക്കളെ. 1 4 4, 441 തന്നെ ആൻസർ കിട്ടിയില്ലേ? ഓക്കെ. ഇനി നമ്മൾ 21 സ്ക്വയർ എന്ന് എഴുതുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് നോക്കുക. 21 സ്ക്വയർ ആവുമ്പോ എങ്ങനെ ചെയ്യാ? 20ന്റെ സ്ക്വയർ അല്ലേ 400. അപ്പോ 20 സ്ക്വയർ പ്ലസ് ബ്രാക്കറ്റിൽ എന്ത് എഴുതണം? 2 ഇൻറ്റു ഇവിടെ എത്ര 20 ഉണ്ട്? 2 എണ്ണം വെച്ചിട്ടാണ് അല്ലേ? അപ്പൊ 2 ഇൻറ്റു 20 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എന്ത് എഴുതാം? 1 സ്ക്വയർ ഇട്ട് കൊടുക്കാം. 1 സ്ക്വയർ ഇട്ട് കൊടുക്കാം. അപ്പൊ എത്രയാണ് വരിക? 20 20 400. 20ന്റെ സ്ക്വയർ എത്രയാണ്? 400. 2 20 എത്രയാണ്? 40. പ്ലസ് 1ന്റെ സ്ക്വയർ എത്രയാണ്? 1 1 4 4, 441 തന്നെ അതിന്റെ ആൻസർ കിട്ടും. ഇനി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞുള്ളത് 22 23ന്റെ ഒക്കെ ചെയ്യാനാണ്. അതിന് കൂട്ടുകാർ എളുപ്പമായിട്ട് ചെയ്യില്ലേ? അപ്പൊ മക്കളെ, നമ്മൾ ഇതുവരെ 21ന്റെയും 22ന്റെ, അതായത് 2 അക്കമുള്ള സംഖ്യകളുടെ സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു ബോക്സ് ഒക്കെ വരച്ചിട്ടല്ലേ കണ്ടുപിടിച്ചത്. ഇനി ഈ ബോക്സ് ഒന്നും ഇല്ലാതെ നമ്മൾക്ക് അതിന്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. കൂട്ടുകാർക്ക് ചിലപ്പോൾ ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും അല്ലേ? അതിന്റെ ഇക്വേഷൻ ഇതാണ്: a + b ഹോൾ സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് 2ab ബ്രാക്കറ്റ് കൊടുക്കുക പ്ലസ് b സ്ക്വയർ. ഇങ്ങനെ ഒരു ഇക്വേഷൻ ടീച്ചർമാർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ എന്തായാലും പഠിക്കേണ്ട ഒരു ആവശ്യമാണ്. ഈ ചാപ്റ്ററിൽ നിന്നല്ല, നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ചാപ്റ്ററുകളൊക്കെ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ആവശ്യം വരും. അതുകൊണ്ട് തന്നെ മക്കളെ, ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ കാണാപ്പാഠം പഠിക്കണം. ഞാനൊരു തമാശ പറയട്ടെ. ഞാനൊക്കെ പഠിക്കണ കാലത്ത് ഈ ഒരു ഇക്വേഷൻ ഞങ്ങൾക്ക് കാണാപ്പാഠം പഠിക്കണമായിരുന്നു. ഇത് പഠിക്കാതെ പോയിട്ട് 100 തവണയും 150 തവണ ഒക്കെ ഇമ്പോസിഷൻ തരും. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിരുന്നു ഈ ഒരു ഇക്വേഷൻ. ഞങ്ങളിങ്ങനെ വൈകുന്നേരമൊക്കെ നാമം ജപിക്കുന്ന പോലെ ഇരുന്ന് ഈ ഇക്വേഷൻ ഒക്കെ പറഞ്ഞു പഠിച്ചിരുന്നത്. അതുകൊണ്ട് അതൊക്കെ ഇപ്പോൾ പച്ചവെള്ളം പോലെ ഇപ്പോഴും മനസ്സിൽ നിൽക്കുകയാണ്. എങ്ങനെ പറയാ? a + b ഹോൾ സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ. ഇങ്ങനെ തന്നെ അങ്ങനെ സ്പീഡിൽ പറഞ്ഞു പഠിക്കണം. ശരി, നമ്മൾക്കിനി ഈ ഇക്വേഷൻ വെച്ചിട്ട് 21ന്റെ സ്ക്വയർ എങ്ങനെ കാണുക എന്നുള്ളത് നോക്കാം. ഞാൻ ഇക്വേഷൻ ദാ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് 21ന്റെ സ്ക്വയർ ആണ്. ഈ 21ന്റെ സ്ക്വയറിനെ നമ്മൾക്കറിയാലോ, 20 + 1 ആണ് 21 അല്ലേ? അപ്പോ ഇങ്ങനെ 21ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അതിനെ എന്ത് ചെയ്യുക? 20 + 1 ആക്കി എഴുതുക. ഈ 20 + 1 എന്ന് പറയുന്നത് എന്താണ്? 20 എന്ന് പറയുന്നത് a ആണ്, 1 എന്ന് പറയുന്നത് എന്താണ്? b ആണ്. ഓക്കെ, അത്രയും മനസ്സിലായോ? ഇനി നമുക്ക് എന്തൊക്കെ വേണം? a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ എല്ലാ ഇതിലുണ്ടല്ലോ. അപ്പൊ a സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ എഴുതുക? 20 സ്ക്വയർ പ്ലസ് 2ab എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 കഴിഞ്ഞിട്ട് a b എന്ന് അങ്ങനെ എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഗുണിക്കണം a ഗുണിക്കണം b എന്നാണ്. അപ്പോ 2 ഗുണിക്കണം a എന്ന് പറയുന്നത് 20 ആണ്, 20 ഗുണിക്കണം b എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണല്ലേ? 1 എഴുതി. ഓക്കെ, നമ്മൾ ഇതിനിവിടെ ബ്രാക്കറ്റ് കൊടുത്തിരിക്കണല്ലോ, അതേപോലെ നമ്മൾ ഇതിനും ബ്രാക്കറ്റ് കൊടുത്തു. പ്ലസ് ബി സ്ക്വയർ ആണ് പറഞ്ഞിരിക്കുന്നത്. ബി സ്ക്വയർ ഏതാണ്? ബി എന്ന് പറയുന്നത് ഇവിടെ 1 അല്ലേ? അപ്പൊ ബി സ്ക്വയർ എത്രയാണ്? 1 സ്ക്വയർ. ഓക്കെ, ഇനി നമ്മൾക്ക് 20ന്റെ സ്ക്വയർ കാണണം അല്ലെ? അപ്പൊ 20ന്റെ സ്ക്വയർ എങ്ങനെ കാണുക? 20 ഇൻറ്റു 20 ആണ്. അപ്പൊ 2 2 4, 2 0 ഉണ്ട്, 1 0 1 0. അപ്പൊ 2 0 ഇട്ട് കൊടുത്ത് 400 കിട്ടി. പ്ലസ് ഈ രണ്ടും തമ്മിൽ ഗുണിക്കാം. 20ഉം 2ഉം എത്രയാണ്? 40. അതായത് 2ഉം 2ഉം 4, 1 0 ആണ് ഉള്ളത്, ആ 0 കൂടി ഇട്ട് കൊടുക്കാം. 40 പിന്നെന്താണ്? ഇൻറ്റു 1. 40നെ 1 കൊണ്ട് ഗുണിച്ചാൽ 40 തന്നെയല്ലേ? അപ്പൊ 40 ഇവിടെ എഴുതിയിട്ടുണ്ട്. പ്ലസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 തന്നെയാണ്. ഇനി ഇതിന്റെ 3നെയും കൂടി ഒന്ന് കൂട്ടി നോക്കിയേ. 400 കൂട്ടണം 40 കൂട്ടണം 1, 1 4 4, 441. 21ന്റെ സ്ക്വയർ എത്രയാണ്? 441. ശരിയാണോ നോക്കാം. 21 ഗുണിക്കണം 21, 1 2 2 2, സോറി 4,
1 4 4 441 കിട്ടിയില്ലേ? ഇപ്പോ ബോക്സ് ഒക്കെ നമ്മൾ വരച്ച് അത്രയും സമയം കളയണോ? അതിന്റെ ആവശ്യമില്ല അല്ലേ? ബോക്സ് ഒന്നും ഇല്ലാതെയാണ് നമ്മൾ എഴുതിയത്. അപ്പൊ അതിന് നമ്മൾ എന്ത് പഠിക്കണം? ഈ മുകളിൽ തന്നിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കണം. എന്താണ് ഇക്വേഷൻ? a പ്ലസ് ബി ഓൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അത് കാണാപ്പാഠം പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് വർക്ക് തന്നിട്ടുണ്ടല്ലേ? 64ന്റെ സ്ക്വയർ, 35ന്റെ സ്ക്വയർ, 47ന്റെ സ്ക്വയർ, 53ന്റെ സ്ക്വയർ, 88ന്റെ സ്ക്വയർ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് വർക്ക് തന്നിട്ടുണ്ട്. അതിൽ നമ്മൾക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് 64ന്റെ സ്ക്വയർ ഒന്ന് കണ്ടാലോ? നമുക്ക് ആദ്യം ഇക്വേഷൻ എഴുതാം. എ പ്ലസ് ബി ഓൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. നമ്മൾ എത്രേന്റെയാണ് ആദ്യം കാണുന്നത്? നമ്മൾക്ക് 64ന്റെ സ്ക്വയർ കാണാം. 64ന്റെ സ്ക്വയർ ആണ് നമ്മൾ കാണുന്നത്. 64 നമ്മൾ എങ്ങനെയാണ് മാറ്റേണ്ടത്? 60 പ്ലസ് 4 എന്നാണില്ലേ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോ ഈ 60 ആണ് എ, ഈ 4 ആണ് ബി. ഓക്കെ, ഓൾ സ്ക്വയർ. ഇനി നമ്മൾക്ക് ഇതിന്റെ ഇക്വേഷൻ എഴുതാം. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? 60 സ്ക്വയർ പ്ലസ് 2ab ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തിട്ട് 2 ഇൻറ്റു എ ഏതാണ്? 60 ആണല്ലേ? 60 ഇൻറ്റു ബി എന്താണ്? 4 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, പ്ലസ് ബി സ്ക്വയർ അതായത് 4 സ്ക്വയർ. ചെയ്ത് നോക്കിയേ. 60ന്റെ സ്ക്വയർ നമുക്കറിയാം 60 ഇൻറ്റു 60 ആണല്ലേ? അപ്പോ 6 എത്രയാണ്? 6 36. അപ്പോൾ 2 പൂജ്യം ഉണ്ടല്ലോ, 1 പൂജ്യം 2 പൂജ്യം, 2 പൂജ്യം ചേർത്ത് കൊടുത്ത് എത്ര കിട്ടി? 3600 കിട്ടി. 3600 പ്ലസ്, ഇനി ഈ 3 സംഖ്യകൾ തമ്മിൽ ഗുണിക്കണം. 60നെ 2 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 6 2 12. ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ, 12. 0 നമ്മൾ ചേർത്ത് കൊടുത്തു, 120 കിട്ടി. അതിന്റെ കൂടെ എന്ത് കൂടെ ഗുണിക്കണം? 4 കൂടെ ഗുണിക്കണം. ഗുണിക്കണം 4. ഇത് നിങ്ങൾ സൈഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഭാഗം ഉണ്ടാവില്ലേ, അവിടെ എഴുതി ഗുണിക്കുക. 4 0 0 2 4 8 1 4 4 480 പ്ലസ് 4ന്റെ സ്ക്വയർ എത്രയാണ്? 4ന്റെ ഗുണപട്ടികയിലേക്ക് 4 4 16. ഇനി എല്ലാം നമ്മൾക്കൊന്ന് കൂട്ടി നോക്കാം. 3600 പ്ലസ് 480 പ്ലസ് 16 എത്ര കിട്ടും? 0 0 6 ഇറക്കിടുക. 8 1 9, 6 4 10 0, ബാക്കി 1, 3 3 4. 40 96 ആണോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഉത്തരം? നമ്മൾ ഇതുവരെ രണ്ടക്ക സംഖ്യകളുടെ സ്ക്വയർ കാണാനാണ് പഠിച്ചത്. നമുക്കിനി 3 അക്ക സംഖ്യയുടെ സ്ക്വയർ എങ്ങനെയാണ് കാണാന്നുള്ളത് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ ചെറിയൊരു മോഡൽ തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ അത് തന്നെ നമുക്ക് എങ്ങനെയാണ് അത് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത് 436ന്റെ സ്ക്വയർ കാണാനാണ്. 436ന്റെ സ്ക്വയർ. ശരി, ഇത്രയും വലിയൊരു സംഖ്യ ആവുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്താ, 400 പ്ലസ് 36 ആണല്ലോ 436. 400 പ്ലസ് 36 ആണ് 436. ശരി, നമുക്ക് ആദ്യം 36ന്റെ സ്ക്വയർ കാണാം. 400 അവിടെ നിൽക്കട്ടെ. നമ്മൾ ആദ്യം 36ന്റെ സ്ക്വയർ ആണ് കാണുന്നത്. 36ന്റെ സ്ക്വയർ നമ്മൾക്ക് പല തരത്തിൽ കാണാല്ലേ? ബോക്സ് ടൈപ്പിൽ കാണാം, എ പ്ലസ് ബി ഓൾ സ്ക്വയർ വെച്ചിട്ട് കാണാം, അതിനൊക്കെ കാണാം. നമ്മളിവിടെ എ പ്ലസ് ബി ഓൾ സ്ക്വയർ വെച്ചിട്ടാണ് നമ്മൾ കാണുന്നത്. ശരി, 30 പ്ലസ് 6 ആണല്ലോ 36. 30 പ്ലസ് 6 ആണ് 36. ശരി, എ പ്ലസ് ബി ഓൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, എ സ്ക്വയർ എത്രയാണ്? 30 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 30 ഇൻറ്റു ബി എത്രയാണ്? 6 ആണല്ലേ? 6 ബ്രാക്കറ്റിൽ ഇട്ടു, പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞത് 6 സ്ക്വയർ തന്നെയാണ്. ശരി, 30ന്റെ സ്ക്വയർ എത്രയാണ്? 30 ഇൻറ്റു 30 എത്ര വരും? 3 9. 2 പൂജ്യം അല്ലേ? 1 2. അപ്പോൾ 900 നമ്മൾ അവിടെ എഴുതി. ഇനി നമുക്ക് ഇത് ചെയ്യണം. 2ഉം 3ഉം എത്രയാണ്? 6. ഒരു 0 കൂടി ചേർത്താൽ 60 ആയി. 60 ഇൻറ്റു എത്രയാണ്? 6 ആണല്ലേ? ശരി, 6 6 എത്രയാണ്? 6 6 36. 36. ഈ 0 ഇട്ട് കൊടുത്തു. അപ്പൊ എത്ര കിട്ടി നമ്മൾക്ക്? 360 കിട്ടിയില്ലേ?
പ്ലസ് 6ന്റെ സ്ക്വയർ എത്രയാണ്? 6 36 എഴുതി ചേർത്തു. ഇനി നമ്മൾക്ക് ഇത് മൊത്തത്തിൽ അങ്ങോട്ട് കൂട്ടിയിട്ടുള്ള ഉത്തരം എത്രയാണ് നമുക്ക് കിട്ടുക? ഇത് മൂന്നും കൂടി കൂട്ടിയതിനു ശേഷം നമുക്ക് 1296 കിട്ടും. 1296 കിട്ടും. ശരി, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഈ 1296. ഇനി നമുക്ക് ഇതിന്റെ ആൻസർ മാത്രം വെച്ചിട്ട് ബാക്കി നമുക്ക് 400ന്റെ സ്ക്വയർ ആണ് കാണാനുള്ളത്. കാരണം 400 + 36 ആണ്. അതിൽ 36ന്റെ സ്ക്വയർ നമ്മൾ കണ്ടു. ഇനി നമുക്ക് 400ന്റെ കാണാനുണ്ട്. അപ്പൊ അതേ 36ന്റെ സ്ക്വയർ മുകളിൽ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ബോർഡ് മായ്ച്ചപ്പോൾ അത് മാത്രം അവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ശരി, ഇനി നമ്മൾക്ക് 436ന്റെ അല്ലേ കാണേണ്ടത്? നമുക്ക് കാണേണ്ടത് അപ്പൊ 436ന്റെ സ്ക്വയർ ആണ് നമുക്ക് കാണേണ്ടത്. ഇതിനെ നമ്മൾക്ക് a+b² വെച്ചിട്ട് ചെയ്യാം. കാരണം ബോക്സ് ഒക്കെ വരച്ചിട്ട് ചെയ്യുമ്പോൾ അത് ഒരുപാട് ബുദ്ധിമുട്ടാണ്. നമുക്കത് കണക്കുകൾ ഒരുപാട് വരുമ്പോൾ നമുക്ക് കൂട്ടുമ്പോഴും ഗുണിക്കുമ്പോഴൊക്കെ തെറ്റ് സംഭവിക്കാം. കാരണം ഒരു സംഖ്യ തെറ്റിയെന്നുണ്ടെങ്കിൽ മാത്സ് മൊത്തത്തിൽ തെറ്റും. ഓക്കെ, നമുക്ക് ഇനി ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? a+b² ചെയ്യാം. നമുക്കറിയാം 400 + 36 ആണ് 436. ഈ 400നെ നമ്മൾക്ക് a എന്നും 36 നമ്മൾക്ക് b എന്നും കണക്കാക്കാം. അപ്പോ a+b² = a² + 2ab + b². എങ്ങനെ കണക്കാക്കാം? a² എന്നുള്ളത് 400 ആണ്. 400² + 2 × a എന്ന് പറയുന്നത് 400 ആണ് ഇൻറ്റു a × b ആണല്ലേ? b ഇപ്പൊ നമ്മൾക്ക് ഇവിടെ എത്രയാണുള്ളത്? 36. ആ 36 തന്നെ എഴുതുക. പ്ലസ് b² എത്രയാണ്? 36² എഴുതുക. ഓക്കെ, 400 × 400 എത്ര ഇവിടെ എഴുതുക? 400 × 400 എത്ര കിട്ടും? 4 4 16. 4 ഗുണപട്ടികയല്ല, അപ്പൊ 4 4 16 കിട്ടും. 16 എത്ര 0 ഉണ്ട്? 1 2 3 4 4 0. 1 2 3 4 0 നമ്മൾ അവിടെ എഴുതി ചേർത്തു. പ്ലസ് ഇത് മൂന്നും കൂടിയിട്ട് ഗുണിക്കാൻ വേണ്ടത്. 4 2 8. 8ന്റെ കൂടെ 2 0 കൂടി ചേർത്താൽ നമുക്ക് എത്ര കിട്ടും? 800 കിട്ടും അല്ലേ? 800 ഗുണിക്കണം 36 ആണ് ഇനി ചെയ്യേണ്ടത്. 800 ഗുണിക്കണം 36 എങ്ങനെ ചെയ്യാം? 800 ഗുണിക്കണം 36 അങ്ങനെ ചെയ്യണ്ട. 36 ഗുണിക്കണം 8 ചെയ്യാം. ആ ബാക്കി 2 0 നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. എത്ര കിട്ടും? 6 8 48. 8 4 3 എത്രയാണ്? 1 8 2 8 16 3 24. 24 4 28. 258 മാത്രം മതിയോ? അല്ല, നമുക്ക് 2 0 കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അല്ലേ? അപ്പൊ 2 0 കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും? 28,800 കിട്ടും. അതും കൂടെ ഇവിടെ ചേർത്തു. 28,800 ചേർത്തു. പ്ലസ് 36ന്റെ സ്ക്വയർ ആണ് വേണ്ടത്. 36ന്റെ സ്ക്വയർ ആണ് നമ്മൾ ആദ്യം കണ്ട 1296 പ്ലസ് 1296 കിട്ടി. ശരി, ഇനി നമുക്കിത് 3 കൂട്ടിട്ടൊന്ന് കൂട്ടി നോക്കാം. താഴത്തേക്ക് എഴുതുന്നുണ്ട്. 1,60,000 പ്ലസ് 28,800 പ്ലസ് 1296. ശരി, ഇത് മൊത്തം നമുക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും? 1,90,096. ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ ഉത്തരം കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇപ്പോ 3.7 ഇങ്ങനെ പോയിന്റ് വെച്ചിട്ടുള്ള സംഖ്യകളുടെ സ്ക്വയർ ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പോയിന്റ് വരുമ്പോൾ നമ്മൾ ആദ്യം അതിന്റെ പോയിന്റ് അങ്ങോട്ട് മാറ്റിയിട്ട് അതിനൊരു പൂർണ്ണ സംഖ്യ ആക്കണം, അല്ലെങ്കിൽ അതിനൊരു സംഖ്യ ആക്കി എടുക്കണം. അപ്പൊ 3.7 എന്നുള്ളതിനെ നമ്മൾ 37 എന്നുള്ള സംഖ്യ ആക്കണം. അപ്പൊ എങ്ങനെ ആക്കാം? ഇപ്പൊ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമല്ലേ ഉള്ളൂ. അതെ, 7 എന്നുള്ള ഒറ്റ സ്ഥാനമേ ഉള്ളൂ. അപ്പൊ നമ്മൾ 37/10 എന്ന് നമുക്ക് എഴുതാം. 3.7ന്റെ സ്ക്വയർ ആണ് കാണേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം അതിനെ 37 / 10 × 37 / 10 ആക്കുക. ഓക്കെ, ദെൻ 37² ഇതിനെ നമ്മൾ ഗുണിക്കുക. 10 10 100 ഇങ്ങനെ എഴുതുക. ശരി, ഇങ്ങനെ എഴുതിയതിന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ 100 നമ്മളിപ്പോൾ ഒന്നും ചെയ്യണ്ട, അവിടെ കിടക്കട്ടെ. ബാക്കി 37² നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയാലോ. നമ്മൾ നേരത്തെ പഠിച്ച അതേ മെത്തേഡ് തന്നെയാണ്. നമ്മൾക്കിത് ബോക്സ് ടൈപ്പിൽ വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പം അങ്ങനെ നിങ്ങൾക്കത് ചെയ്യാം. കാരണം നമ്മൾ നേരത്തെ പഠിച്ച അതേ കാര്യം തന്നെയാണ്. ഇതിൽ പോയിന്റ് വരുമ്പോൾ മാറ്റാനുള്ളൊരു ചെറിയൊരു
ഇത് മാത്രമേ ഉള്ളൂ. അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യ ആണെന്നുണ്ടെങ്കിൽ പോയിന്റ് മാറ്റി 37/10 ഇടുക. ഇപ്പൊ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സംഖ്യ ആണെന്നുണ്ടെങ്കിൽ 378/100 2 പൂജ്യം ചേർത്ത് കൊടുക്കുക. 2 പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനമാണ് 2 പൂജ്യം ചേർത്ത് കൊടുക്കുക. അതേസമയം പോയിന്റ് 7, 8, 9 ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണം? 3, 7, 8, 9 എത്ര പൂജ്യം ചേർക്കേണ്ടി വരും? 1, 2, 3 പൂജ്യം ചേർക്കാം. 3 പൂജ്യം ചേർക്കുക. ഇത്രേ ഉള്ളൂ. ഇത്ര മാത്രം ശ്രദ്ധിക്കാനുള്ളൂ. ഇനി നമുക്ക് ആ കണക്കൊന്ന് നോക്കാം. ശരി, നമുക്ക് 37ന്റെ സ്ക്വയർ ഞാൻ a+b² വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നമുക്കറിയാം 30 + 7 ആണ് 37. a+b a+b² = a² + b², സോറി a² + 2ab + b². ഓക്കെ, അപ്പോൾ a² എത്രയാണ്? a² എന്ന് പറയുന്നത് 30² ആണ് പ്ലസ് 2 × 30 × 7 പ്ലസ് 7². ശരി, 30² എത്രയാണ്? 900 പ്ലസ് 420. ഇത് 3 കൂടി ഗുണിച്ചാൽ 420. 7² എത്രയാണ്? 49. ശരി, ഇത് 3 കൂടിയിട്ട് കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് 1369 കിട്ടും. 1369 കിട്ടും. ഇനി നമ്മൾക്ക് ഇതിൽ പോയിന്റ് ചേർത്ത് കൊടുക്കണം. ശരി, നമ്മൾ ഇവിടെ ചെയ്തത് ഓർമ്മയില്ലേ? ഇനി നമ്മൾക്ക് ഇതിന് ഇപ്പൊ 37 സ്ക്വയറാണ് നമ്മൾ കണ്ടുപിടിച്ചത് അല്ലേ? അപ്പൊ 37 സ്ക്വയർ എത്രയാണ്? 1369. ഇതിന്റെ അടിയിലുള്ള സംഖ്യ എഴുതി കൊടുക്കുക, 100 എഴുതി കൊടുക്കുക. ശരി, ഇനി നമുക്ക് പോയിന്റ് ഇട്ട് കൊടുക്കണം. പോയിന്റ് എങ്ങനെയാണ് ഇടുക? നമുക്ക് ഇവിടെ 100 കഴിഞ്ഞിട്ട് 100ന്റെ ഒപ്പം 2 പൂജ്യം അല്ലേ കാണുന്നത്? 2 പൂജ്യം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നമ്മുടെ വലത് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് എണ്ണുക. 1, 2 സ്ഥാനം എണ്ണിട്ട് ഇവിടെ പൂജ്യം ചേർത്ത് കൊടുക്കുക. അതേസമയം ഇവിടെ 1000 ആണെങ്കിൽ നമ്മൾ ഇവിടെ വേണം പോയിന്റ് ചേർത്ത് കൊടുക്കാം. കാരണം 1, 2, 3 പൂജ്യം ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് എണ്ണ 1, 2, 3 എന്ന് അങ്ങനെ ചെയ്യാം. ഇവിടെ ഇപ്പൊ 2 പൂജ്യം ഉള്ളതുകൊണ്ട് നമ്മൾ 13.69 എന്ന് എഴുതി. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ? ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 13ാമത്തെ പേജിൽ 1, 2, 3, 4 നാലാമത്തെ വർക്ക് ഒന്ന് നോക്കിയേ. 12.5ന്റെ സ്ക്വയർ കാണാനാണ് പറയുന്നത്. 12.5ന്റെ സ്ക്വയർ കാണാനാണ് പറയുന്നത്. നമുക്ക് എങ്ങനെ കാണാം 12.5ന്റെ സ്ക്വയർ കാണാൻ? ആദ്യം നമ്മൾ ഈ പോയിന്റ് മാറ്റണം. പോയിന്റ് മാറ്റണമെങ്കിൽ നമ്മൾ ഇതിനെ ഏത് സംഖ്യ കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 10 കൊണ്ടാണോ, 100 കൊണ്ടാണോ, എത്ര കൊണ്ടാണ് നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? നമുക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമുള്ളത്. അപ്പൊ നമ്മൾ ഒരു സ്ഥാനം ഉള്ളതുകൊണ്ട് ഒരു പൂജ്യമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 125/10 ഒരു സ്ഥാനം ഉള്ളതുകൊണ്ടാണ് ഒരു പൂജ്യം ചേർത്ത് കൊടുത്തത്. ഇൻറ്റു സ്ക്വയർ അല്ലേ, 125/10. ശരി, ഇനി നമുക്ക് കാണേണ്ടത് 125² / 100. ശരി, നമുക്കിനി 125ന്റെ ചെയ്യാം. നമുക്കറിയാം 100 + 25 ആണ് 125. അപ്പൊ നമുക്ക് ആദ്യം നേരത്തെ നമ്മൾ ചെയ്തതുപോലെ 25ന്റെ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാം. 25ന്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഇതിനെ നമുക്ക് എങ്ങനെ ആക്കണം? 20 + 5 ആണ് 25. a+b² = a² + 2ab + b². ഓക്കെ, a എന്നുള്ളത് ഇത് a ആണ്, ഇത് b ആണ്. a എന്നുള്ളത് 20² + 2 × 20 × 5 + 5². ശരി, 20 × 20, 2, 2, 4, 2 പൂജ്യം ചേർത്ത് കൊടുക്കുക, 40. ഇത് 40. 40 + 5 എത്രയാണ്? 4, 5, 20. 20ന്റെ കൂടെ 40 + 5 0, 20, 200. 200 ചേർത്ത് കൊടുത്തു. പ്ലസ് 5ന്റെ സ്കോർ എത്രയാണ്? 25. ശരി, നമ്മളിത് 3 കൂടി കൂട്ടുമ്പോൾ എത്രയാണ്? 400, 200, 25, 5, 2, 6. 625 ആണ് നമ്മൾക്ക് 25ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 625 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എഴുതുന്നുണ്ട് 25ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 625 ആണ്. അത് അങ്ങനെ കിടക്കട്ടെ, അത് നമ്മൾ ഒന്നും ചെയ്യണ്ട, ബാക്കി അങ്ങോട്ട് മായ്ക്കാം. നമുക്കറിയാം 125ന്റെ ആണല്ലേ നമുക്ക് കാണേണ്ടത്. അപ്പൊ എങ്ങനെയാണ് 100 +
25 125. 100 പ്ലസ് 25 125 എന്ന് പറയുന്നത്. എയും ഇത് ബിയും. അപ്പൊ നമുക്ക് വീണ്ടും ചെയ്യാം. എ പ്ലസ് ബി ഓൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു എത്രയാണ്? എ എന്നുള്ളത് 100 100 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 100 ഇൻറ്റു ബി എത്രയാണ്? 25 ഇൻറ്റു ബി സ്ക്വയർ എത്രയാണ്? 25 സ്ക്വയർ. ശരി, 100ന്റെ സ്ക്വയർ എത്രയാണ്? 100 ഇൻറ്റു 100. 1 എഴുതി. 1 2 3 4 1 2 3 4 4. അപ്പോൾ 10,000 എന്ന് എഴുതി. പ്ലസ് 100 ഇൻറ്റു 2 200 200 ഇൻറ്റു 25 എത്രയാണ്? 200 200 ഇൻറ്റു 25 2 ഇൻറ്റു 25 ചെയ്താലും കുഴപ്പമില്ല. 5000 കിട്ടും. പ്ലസ് 25ന്റെ സ്കോർ നമ്മൾ നേരത്തെ കണ്ടു 625. ഇനി ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി നോക്കുക. 10,000 പ്ലസ് 5000 പ്ലസ് 625 എത്ര കിട്ടി? 5 2 6 5 1 5 6 2 5 15 625 കിട്ടി. നമ്മൾ നേരത്തെ ഒരു ഇതിനെ പോയിന്റ് ഒക്കെ മാറ്റിയിട്ട് നമ്മളൊരു 100 ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? അതായത് 12.5 നമ്മൾ മാറ്റുമ്പോൾ എങ്ങനെ എഴുതി? 125/10 ഇൻറ്റു 125/10 എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ? ഇവിടെയാണ് നമ്മൾ 125ന്റെ സ്ക്വയർ കണ്ടുപിടിച്ച് ഡിവൈഡ് ബൈ 100 എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓർക്കണുണ്ടോ? ഞാനത് മായ്ച്ചയിൽ പോയി എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ വീണ്ടും നമ്മൾ 15,625 ഡിവൈഡ് ബൈ 100 എന്ന് എഴുതുക. 100ൽ എത്ര പൂജ്യം ഉണ്ട്? 2 പൂജ്യം ഉണ്ട് അല്ലേ? ഒരു പൂജ്യം ഇതാ, ഒരു പൂജ്യം ഇതാ, 2 പൂജ്യം ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് 2 സ്ഥാനം വിട്ടിട്ട് പൂജ്യം എഴുതുക. ഒരു സ്ഥാനം വിട്ടു, 2 സ്ഥാനം വിട്ടു. ഇവിടെ 156.25 ആണോ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ? 156.25 എന്നാണ് കേട്ടോ പറയേണ്ടത്. എൻ്റെ അടുത്തൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് എൻ്റെ കുട്ടികൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചിട്ടൊരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റായിട്ട് ചോദിക്കണം. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ കൂടുതൽ 8ാം ക്ലാസ്സിലെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.